to the video. ഈ വീഡിയോയിൽ കണ്ടിന്യൂസ് ഫോം, ടെൻസുകളുടെ കണ്ടിന്യൂസ് ഫോം, അതായത് പ്രധാനമായിട്ട് 3 ടെൻസ് ഉണ്ട്: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഇതിലത്തെ കണ്ടിന്യൂസ് ഫോം ആണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സ്പീക്കിംഗ് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിലും സിമ്പിൾ ഫോമും കണ്ടിന്യൂസ് ഫോമും മസ്റ്റ് ആണ്. പെർഫെക്റ്റ് ഫോമും പെർഫെക്റ്റ് കണ്ടിന്യൂസും കൂടി നിങ്ങൾ അത്ര ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് രണ്ടൊന്ന് മനസ്സിലാക്കിയാൽ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് കുറച്ച് ഈസി ആവും. ടെൻസ് കണ്ടിന്യൂസ് ഫോം. അപ്പൊ ഈ കണ്ടിന്യൂസ് ഫോമില് എന്താണ് ആ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ, എക്സാമ്പിൾ നോക്കുക. ഹി ഈസ് ഡൂയിങ് ഹിസ് ഹോം വർക്ക്. ഇവിടെ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് നമ്മളൊരു വീട്ടിൽ പോയി, ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി, ആ ഫ്രണ്ട് അവിടെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ നമ്മൾക്ക് എന്ത് പറയാം? ഈ ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്, കണ്ടിന്യൂസ്. ഹി ഈസ് ഡൂയിങ് ഹിസ് ഹോം വർക്ക്. വേണേ നൗ എന്നും കൂടി ചേർക്കാം. ഹി ഈസ് ഡൂയിങ് ഹിസ് ഹോം വർക്ക് നൗ, ലുക്ക് അറ്റ് ദാറ്റ് എന്ന് അവരുടെ അമ്മ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഈ കണ്ടിന്യൂസ് ഫോം ആണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹീസ് പ്ലേയിങ് വിത്ത് ഹിസ് ഫ്രണ്ട്. ഹീസ് പ്ലേയിങ്, അതായത് ആ സമയത്ത് നമ്മൾ കാണുന്നു, ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഹി ഈസ് ഡൂയിങ് ഹിസ് ഹോം വർക്ക്. ഇത് പ്രസന്റ് ടെൻസ് ആണ്. എങ്ങനെ പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലാകുന്നു? ഈസ് എന്ന് നോക്കിയിട്ട്. മെയിൻ വെർബ് ഇവിടെ ഡൂയിങ് ആണെങ്കിലും ഇവിടെ ഹെൽപ്പിംഗ് വെർബായിട്ട് ബി വെർബ് ഫോം ആണ് വരിക. കണ്ടിന്യൂസ് ഫോമുകളിലെല്ലാം തന്നെ ഹെൽപ്പിംഗ് വെർബായിട്ട് വരുന്നത് ബി വെർബ് ഫോംസ് ആണ് എന്നുള്ള പോയിന്റ് യു ഹാവ് ടു റിമെമ്പർ. ഇനി ഇത് പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ എങ്ങനെ എഴുതും? എന്താണ് ഈസിന്റെ ഒക്കെ പാസ്റ്റ് ടെൻസ് ഫോം? എന്താ ബി വെർബിൽ ഉപയോഗിക്കുന്നത്? വാസ്. ഹി വാസ് ഡൂയിങ് ഹിസ് ഹോം വർക്ക്. ഇതങ്ങനെ എഴുതുക. ഹി വാസ് ഡൂയിങ് ഹിസ് ഹോം വർക്ക്. അപ്പൊ ഇവിടെ എങ്ങനെ സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ പോയി, ഹി വാസ് യെസ്റ്റർഡേ ആയി ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു. ഇതേ 4:30 to 5 എന്നുള്ള ആ ഒരു ടൈം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ. സ്കൂളിൽ നിന്ന് വന്ന് ഹാഫ് ആൻ അവർ വാച്ചിങ് TV. ആഫ്റ്റർ ദാറ്റ് ഹീസ് ഡൂയിങ് ഹിസ് ഹോം വർക്ക്. അങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇന്നലെ 4:45 പോയത്. ആ സമയത്ത് ആ കുട്ടി എന്ത് ചെയ്യുന്നു? ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ അത് പാസ്റ്റ് ടെൻസ് ആണ്. ഹി വാസ് ഡൂയിങ് ഹിസ് ഹോം വർക്ക് അറ്റ് ദാറ്റ് ടൈം യെസ്റ്റർഡേ. അപ്പൊ കഴിഞ്ഞു പോയത് പറയാനും ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കാണുന്നത്. ഇന്നലെയാണ് പോയത്, കഴിഞ്ഞ സൺഡേ ആണ് പോയത്, വാട്ട് എവർ, എനി പാസ്റ്റ് പീരീഡ്. ബട്ട് അവിടെ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കും. ഇവിടെ എന്തുകൊണ്ട് വാസ്? ഇവിടെ ഹി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട്. ദേ ആണ് ഇവിടെ പ്ലൂറൽ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? വേർ. അതൊക്കെയാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. ഇതാണ് ഇവിടെ ഹെൽപ്പിംഗ് വെർബ്. ഇനി നാളെയും ആ കുട്ടി 4:30 to 5 എന്നുള്ളത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഹോംവർക്ക് ചെയ്യാനുള്ള ടൈം ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നാളെ ആ കുട്ടിയുടെ വീട്ടിൽ പോവുകയാണെങ്കിലും ഇതേ ടൈമിൽ 4:40 പോവുകയാണെങ്കിൽ എന്താ കാണുക? വീക്ക് ഡേയ്സിലെല്ലാം. വീക്കെൻഡുകളിൽ മാറാം, അതൊക്കെ യുവർ ചോയ്സ്. അപ്പൊ ഇവിടെ ഫ്യൂച്ചർ, ഇപ്പൊ നീ നാളെ ഈ സമയത്താണ് 4:40 പോണതെങ്കിൽ, 4:30 ശേഷമാണ് 5-നുള്ളിലാണ് പോകുന്നതെങ്കിൽ, ഹി വിൽ ബി ഡൂയിങ് ഹിസ് ഹോംവർക്ക്. അവന്റെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഹി വിൽ ബി, ഇതൊന്ന് സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ഹി വിൽ ബി ഡൂയിങ് ഹിസ് ഹോംവർക്ക്. ഇവിടെ വിൽ ഹെൽപ്പിംഗ് വെർബ്. വിൽ ബി എന്നുള്ളത് എന്താ കാണിക്കുന്നത്? ഹി വിൽ ബി, അവൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോഴത്തെ കാര്യമല്ല, കഴിഞ്ഞു പോയതും അല്ല, വരാനിരിക്കുന്നതിനെയാണ്. ഹി വിൽ ബി ഡൂയിങ്. ഇതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, അവിടെ ഹോംവർക്ക് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. ഹി ഈസ് പ്ലേയിങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഹി വാസ് പ്ലേയിങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഹി വിൽ ബി പ്ലേയിങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ടുമോറോ അറ്റ് ദിസ് ടൈം. യെസ്റ്റർഡേ when I went his house, he is watching TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. At that time he was watching TV. When I went yesterday, he was watching TV. അപ്പൊ ഇവിടുത്തെ പോയിന്റ് നിങ്ങൾ ഓർമ്മിക്കാനുള്ളത്, എന്താണ് ഈ സെന്റൻസുകളുടെയൊക്കെ സ്ട്രക്ചർ? കണ്ടിന്യൂസ് ഫോമില് സബ്ജക്ട് പ്ലസ് ബി വെർബ് ഫോം. അതെന്താന്ന് വെച്ചാൽ ബി വെർബ്, അത് പ്രസന്റ് ആണെങ്കിൽ ഈസ്, ആം, ആർ. പാസ്റ്റ് ആണെങ്കിൽ വാസ് ആൻഡ് വേർ.
ഫ്യൂച്ചറിൽ വിൽ ബി മാത്രം കൂടെ ഉപയോഗിക്കുക. പിന്നെ മെയിൻ വെർബിന് ING എൻഡിങ്, മെയിൻ വെർബ് പ്ലസ് ING പ്ലസ് അതർ ഇൻഫോർമേഷൻസ്. എന്താണെന്ന് വെച്ചാൽ മെയിൻ വെർബ് ING എൻഡിങ്ങിലായിരിക്കും എന്നുള്ള പോയിന്റ് ആണ് നിങ്ങളിവിടെ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇത് കണ്ടിന്യൂസ് ഫോം ആണ്. അതെങ്ങനെയാണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി അവൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹി ഈസ് വാച്ചിങ് TV എന്ന് പറയാം. എനിക്ക് ഇന്നലെ പോയപ്പോഴും TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. when I went yesterday at that time also he was watching TV. അങ്ങനെ അത് ആ ഒരു പോയിന്റ് ഒന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഈസിയാണ്. ഇപ്പൊ കണ്ടിന്യൂസ് ഫോം ആയാലും സിമ്പിൾ ഫോം ആയാലും നമുക്ക് നിർബന്ധമാണ്. മറ്റ് ഡീപ്പായിട്ടൊന്നും ഗ്രാമറിൽ പോയിട്ടില്ലെങ്കിലും സ്പീക്കിങ്ങിനായാലും അതൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലത്. നിറയെ കേൾക്കുക എന്നുള്ളത് തന്നെയുള്ളൂ സ്പീക്കിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി.